രാമായണ പാരായണം 21-ാം ദിവസമായി ഇന്ന് ഞാൻ വരച്ചിട്ടുള്ളത് രാവണ സഭയിലെത്തുന്ന ഹനുമാന്റെ ചിത്രമാണ്. ലങ്കാമർദ്ദനം. സീതാദേവിയെ ബന്ധിച്ച് സീതാദേവി ഇരിക്കുന്ന ശിംശുവ വൃക്ഷങ്ങൾ ഒഴികെ ബാക്കി വൃക്ഷലതാദികൾ മുഴുവനും ഒടിച്ചു കളഞ്ഞു. ഇത് കണ്ട് രാവണ കിങ്കരന്മാർ ഹനുമാനെ പിടിക്കാൻ ചെന്നു. എന്നാൽ ഹനുമാൻ ചില കിങ്കരന്മാരെ വധിക്കുകയും ചെയ്തു. അവസാനം രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് ഹനുമാനെ പിടിച്ചുകെട്ടി രാവണന്റെ മുന്നിൽ ഹാജരാക്കി. ഇത് തന്നെയാണ് ഹനുമാനും വേണ്ടി. തന്റെ കെട്ട് സ്വയം പൊട്ടിച്ച് വാല് വലിയൊരു അട്ടിയായി ചുരുട്ടി വെച്ച് അതിന്മേൽ ഇരുന്നു രാവണന് അഭിമുഖമായി രാവണനെ പോലെ. ഹനുമാൻ രാവണ സഭയിൽ അനിലജന് നിശിചര കുലാധിപൻ മുമ്പിൽ വെച്ചാതിഥേയാതിപരാതി ചൊല്ലിടിനാൻ. അമിത നിശിചര വരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മാനസി സജീവന്മാരുമായി നിച്ചമ്മേ വിചാരകാര്യം നീ വിധീയതാം. പ്ലവക കുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം മുരന്തകൻ. നിജതനയ വചനമതി കേട്ടുത ശാസനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യമതു കാക്കുന്നവരെയും മൂക്കോടു മറ്റുള്ള നക്കഞ്ചരരെയും ത്വരിതമതി ബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവിനോട് ചോദിക്ക നീയെന്നു ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പവനസുതനോടു വിനയ നയസഹിതമാദരാൽ പപ്രച്ച നീയാരാച്ചു വന്നു കഭേ നൃപസദസി കഥയ മമ സത്യം മഹാമതേ. നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയമഖില മകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമീ സഭ പാർക്ക നീ.